കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് വളരെ വിജയകരമായി കുറേ ദിവസങ്ങൾ ബിപിൻ കുമാർ എം, ശ്രീമതി ലക്ഷ്മി മോഹൻ, ശ്രീമതി മേഘ സിജിമോൻ, ശ്രീമതി ശ്രീവിദ്യ MN, ശ്രീമതി ജിഞ്ചു ജി, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേടൻ, രാജകുമാരൻ, ശ്രീ രമേശ് പിഷാരടിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചില ഐറ്റങ്ങൾ കാണിക്കാൻ യുവനോത്സവ വേദികൾ മാത്രമേ പറ്റുള്ളൂ. വേറെ സ്ഥലങ്ങളിൽ പോയി ഇത് അവതരിപ്പിച്ചാല്, ഈ പ്രൊഫഷണൽ പരിപാടിയിലൊക്കെ ഇത് അവതരിപ്പിച്ചാല്, ഇത് കാണിക്കാനാണോ, യുവനോത്സവത്തിന്റെ ഐറ്റം കാണിക്കാനാണോ നിന്നെ ഇവിടം വരെ വിളിച്ചു വരുത്തിയെന്ന് ചോദിച്ച് നാട്ടുകാർ കമ്മിറ്റിക്കാരെ പിടിച്ച് ചിലപ്പോൾ കൂട്ടിയിടും. അതുകൊണ്ട് അവിടെയൊക്കെ കാണിക്കാൻ പറ്റാത്തൊരു യുവജനോത്സവ ഐറ്റം കാണിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഇവിടെ ഇപ്പം എന്തായാലും ഒരു തുടക്കമാണല്ലോ, നല്ലൊരു വെടിക്കെട്ടിന്റെ ശബ്ദം. ഇതൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്ത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് പഴയതാണ്, പഴയ പടക്കങ്ങളാണ് പൊട്ടാൻ പോകുന്നത്. അപ്പം അതൊന്ന് ഞാൻ വീണ്ടും ഒന്ന് പൊടിതട്ടിയെടുത്ത് കാണിച്ചു നോക്കാം. ഒത്താ ഒത്തു, ഇല്ലേ ഇല്ല, ഞാൻ മത്സരത്തിനില്ല, പ്രൈസ് കിട്ടിയില്ലേ കുഴപ്പമില്ല. അപ്പം നമ്മുടെ സൗണ്ടിന്റെ അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇച്ചിരി ഡിലേ ഒക്കെ ഇതൊന്ന് പഠിപ്പിച്ച് ഒത്തിപ്പിടിച്ച ഹോളി ചെയ്തില്ലല്ലോ. ഹലോ ആ, അപ്പം പഠിപ്പിക്കുമ്പോൾ ഡിലേ കേട്ടോ കേട്ടോ. എന്നാൽ നമുക്കൊരു വെടിക്കെട്ട് കേട്ടോ. പഴയ ഐറ്റമാണ്, കുറെ നാളായി. ചെസ് നമ്പർ 303 ഓൺ ദ സ്റ്റേജ്. കൊള്ളാട്ടോ. ആ ബിജു ഞെട്ടിപ്പോയെന്നാ ഇവര് പറയുന്നത്. കൊള്ളാം, അപകടങ്ങളില്ല, കരിമരുന്നില്ല. നമസ്കാരം. വളരെ മനോഹരമായ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. ഇതിനുശേഷം വിവിധങ്ങളായ മത്സരങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്.